മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രന് വീണ്ടും ഹൃദയാഘാതം വരികയും അടുത്ത വീട്ടിലെ ഡോക്ടർ ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുന്നു. വൈജയന്തിയാണെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ അലിഞ്ഞു തിരിഞ്ഞു നടന്ന് ഒടുക്കം ഒരു ആശ്രമത്തിൽ അഭയം തേടുകയാണ്. ശിവശങ്കരനും ഗംഗാധരനും വിളിക്കാൻ ചെന്നിട്ടും വൈജയന്തി അവരെ കാണാൻ പോലും കൂട്ടാക്കിയില്ല. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഉച്ചയ്ക്ക് ബബിത ഊണ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അലീനയ്ക്ക് ഐസിയുവിൽ കയറാൻ അവസരം കിട്ടിയത്. അലീന വന്നിട്ടുണ്ടെന്ന വിവരം ഐസിയുവിൽ ഇരിക്കുമ്പോൾ തന്നെ ബബിത അറിഞ്ഞിരുന്നു. ഐസിയുവിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നാണ് നിയമം. പക്ഷേ ബബിതയ്ക്ക് രോഹിത്തിന്റെ SMS കിട്ടി. ബബിത ഐസിയുവിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മണിശങ്കറും രോഹിത്തും അലീനയോടൊപ്പം കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ടും അലീനയെ കണ്ടതും അലീന ചേച്ചി എന്ന് വിളിച്ച് രണ്ട് കൈയും വിടർത്തി മുന്നോട്ട് കുതിച്ചു വന്ന് ഉറുമ്പടക്കം കെട്ടിപ്പിടിച്ചു. പാസേജിലൂടെ പോയിക്കൊണ്ടിരുന്നവരും ഐസിയുവിന് മുൻപിൽ നിന്നവരും ആശ്ചര്യത്തോടെ ആ രംഗം നോക്കി. അലീനയ്ക്ക് കണ്ണിലും നെറ്റിയിലുമൊക്കെ ഉമ്മ കിട്ടി. അലീന നാണിച്ചുപോയി. നിനക്കൊരു സ്ഥലകാല ബോധമില്ലേടി? അലീന ശാസിച്ചു. ഈ സ്ഥലവും കാലമൊക്കെ എന്നാ ഉണ്ടായത്? അവൾ അലീനയുടെ മൂക്ക് പിടിച്ച് വലിച്ചു വേദനിപ്പിച്ചു. ഇത്രയും നാളും അലീന ചേച്ചി ഒരിരുട്ടത്ത് ഒളിച്ചു നിൽക്കുവല്ലായിരുന്നോ? ഇടം വല നോക്കി വേണമായിരുന്നു അങ്ങോട്ട് വരാൻ. ഇപ്പോ കൂട് തുറന്നു വിട്ട പോലെ ഞങ്ങൾക്ക് കിട്ടിയില്ലേ? അലീന മുഖം തിരിച്ച് മണിശങ്കറേയും രോഹിത്തിനെയും നോക്കി. അവർ നോക്കി രസിച്ചു നിൽക്കുകയാണ്. ഇനി നിന്നോട് സത്യം ഞാൻ പറയട്ടെ? അലീന പുഞ്ചിരിയോട് ചോദിച്ചു. പറ. എനിക്കേ ഇരുട്ടത്ത് ഒളിച്ചു നിൽക്കുന്നതായിരുന്നു ഇഷ്ടം. ഇപ്പം എല്ലാവരും എന്നെ കണ്ടുപിടിച്ചതിന്റെ ഒരു ജാള്യത എനിക്കുണ്ട്. ഇനി ഞാൻ എവിടെ ഒളിക്കും? ആ, ഇനി ഒളിക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ? നീ ഇവരുടെ കൂടെ പോയി ഊണ് കഴിക്ക്. ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടെ. അലീന ബബിതയ്ക്ക് പകരം ബൈസ്റ്റാൻഡറായി ഐസിയുവിൽ കയറി. ചരിവുള്ള ബെഡിൽ ചായച്ചു കിടത്തിരിക്കുകയാണ് ബാലചന്ദ്രനെ. അലീനയ്ക്ക് കണ്ടിട്ട് അവശതയൊന്നും തോന്നിയില്ല. അവൾ ബെഡിനോട് കസേര ചേർത്തിട്ട് അതിലിരുന്നു. ബാലചന്ദ്രന്റെ കൈത്തലമെടുത്ത് തന്റെ ഉള്ളം കൈയിൽ വെച്ച് പൊതിഞ്ഞു പിടിച്ചു. ബാലചന്ദ്രൻ അവളെ നോക്കി മന്ദഹസിച്ചു. നീ വന്നിട്ടുണ്ടെന്ന് ബബിത പറഞ്ഞു. അച്ഛന് നാണമില്ലല്ലോ ഇങ്ങനെ രോഗിയായിട്ട് വന്ന് കിടക്കാൻ, അതും ഇന്നലെ കള്ളും കുടിച്ച് കുന്തം മറിഞ്ഞിട്ട്. അലീന പതിയെ ശാസിച്ചു. ഇതൊരു മൈനർ അറ്റാക്കാനടി. അവരിങ്ങ് ഐസിയുവിൽ പിടിച്ച് കിടത്തിയിരിക്കുന്നേ ഉള്ളൂ. എന്റെ കയ്യിൽ കാശുണ്ടെന്ന് അവർക്കറിയാം. ബില്ലടച്ചോളുമല്ലോ. മൈനർ അറ്റാക്കായിട്ടാണോ ബോധം കെട്ടുപോയത്? അലീന ചോദിച്ചു. അത് വയറ്റിൽ കിടന്ന് ഓളം വെട്ടുന്ന ബ്രാൻഡിയുടെ വീര്യം കൊണ്ടാ. അച്ഛൻ എന്തിനാ അങ്ങനെ മൂക്കറ്റം കുടിച്ചത്? ആരെ തോൽപ്പിക്കാനാ? ഇന്നലെ ഞാൻ ജയിച്ച ദിവസമായിരുന്നു, അത് ആഘോഷിച്ചതാ. ഒരൊറ്റ ദിവസത്തെ ജയം. അടുത്ത ദിവസം മുതൽ വീണ്ടും തോൽവിയാണെന്നറിയാം. കിട്ടിയൊരു ദിവസം ശരിക്കും ആഘോഷിക്കാമെന്ന് വെച്ചു. നീ പേടിക്കണ്ട. 2 ദിവസം കൂടി കഴിയുമ്പം എനിക്ക് പോകാം. രണ്ടാമത്തെ അറ്റാക്ക് അത്ര പ്രശ്നക്കാരനല്ല. മൂന്നാമത് വരും. അവനാണ് ആളെ കൊല്ലി. ബാലചന്ദ്രൻ മന്ദഹസിച്ചു. ഇന്നലെ രാത്രി കോൾ കട്ടായപ്പോൾ ഞാൻ കരുതി ചാർജ് തീർന്നതാണെന്ന്. ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വീണുപോയി കോണിപ്പടിക്ക് താഴെ. ഇന്നലെ സംസാരിച്ചത് വല്ലതും അച്ഛൻ ഓർമ്മയുണ്ടോ? ഓർമ്മക്കുറവൊന്നുമില്ല മോളെ. ഞാനിന്നലെ എവിടേക്കോ സഞ്ചരിച്ചു. സാരമില്ലച്ചാ, ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അതുകൊണ്ടല്ലേ കാറിന്റെ ഹെഡ്ലൈറ്റ് അണയ്ക്കാത്തത് കണ്ട് ഡോക്ടർ ശർമ്മയ്ക്ക് വീട്ടിൽ വന്ന് നോക്കാൻ തോന്നിയതും അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചതും. ബാലചന്ദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കിടന്നു. നിന്നെ എല്ലാവരും തിരിച്ചറിഞ്ഞുവെന്ന് ബബിത പറഞ്ഞു. പറയുടെ കീഴിലിരുന്ന് നിലവിളക്കെടുത്ത് പീഠത്തിൽ വച്ചതുപോലെ നീ സ്വയം പ്രകാശിക്കുന്നത് എനിക്ക് കാണാം. എല്ലാവർക്കും കാണാം. അതിനു കൊടുത്ത വില എത്ര കൂടിപ്പോയിരുന്നാലും ശരി. എനിക്കൊരു മാറ്റവും വന്നിട്ടില്ലച്ചാ. ഞാനാ പഴയ അലീന തന്നെയാണ്. നിനക്കെല്ലാം മാറ്റം. നിന്നെ കാണുന്ന കണ്ണുകളെ കാണ്. തിമിരം ബാധിച്ചിരുന്ന ചിലർക്ക് കാഴ്ചശക്തി കിട്ടുന്നു. മറ്റു ചിലർക്ക് സ്വയം കാണാനുള്ള കണ്ണുണ്ടാകുന്നു. ഇനിയൊരു കൂട്ടരുടെ കണ്ണുകളിൽ നീ കൂടുതൽ സുന്ദരിയും നന്മ നിറഞ്ഞവളുമായി മാറുന്നു. അത്ഭുതമല്ലേ? അച്ഛനും അല്പം മാറ്റം വേണ്ടേ? അലീന ചോദിച്ചു. നീ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നുണ്ടോ? ബാലചന്ദ്രൻ വിഷയം മാറ്റി. ഇല്ലച്ചാ, അച്ഛന് സുഖമായിട്ട് അച്ഛനെ വീട്ടിലെത്തിച്ചിട്ടേ പോകുന്നുള്ളൂ. വീട്ടിലല്ല, എൻ്റെ ഹോട്ടൽ റൂമിൽ. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളിടത്ത് പോരെ? ബാലചന്ദ്രൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. വൈകുന്നേരം മണിശങ്കറാണ് വാർത്ത കൊണ്ടുവന്നത്. വൈജയന്തിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയവർ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷെ വൈജയന്തി വന്നില്ല. കൊണ്ടുവരാൻ പോയവർക്ക് കാണാൻ പോലും കഴിഞ്ഞില്ല. വൈജയന്തി തിരുവനന്തപുരത്ത് ധർമ്മഗിരി ആശ്രമത്തിൽ അഭയാർത്ഥിയായി താമസിക്കുകയാണ്. അമ്മാവന്മാർ അമ്മയെ തിരികെ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബബിതയ്ക്കും രോഹിത്തിനും കൃഷ്ണജയ്ക്കും വലിയ വിഷമമായി.
അമ്മയും അലീന ചേച്ചിയും അടക്കം തങ്ങൾ 4 മക്കളും തമ്മിലുള്ള പുനഃസമാഗമം ആഘോഷിക്കാനിരിക്കുകയായിരുന്നു അവർ. മണിശങ്കർ വിവരം പറഞ്ഞപ്പോൾ അലീനയുടെ മുഖത്തും മ്ലാനത പരന്നു. കുറെ സമയം അവൾ ഒന്നും മിണ്ടാതെ നിന്നു. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചേക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു, അവൾ പറഞ്ഞു. അവൾ ആ മട്ടിൽ രാവിലെ സംസാരിച്ചത് മണിശങ്കറിന് ഓർമ്മ വന്നു. എങ്കിലും അവൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നെന്ന് അവളുടെ മുഖത്തെ സങ്കടഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. സാരമില്ല മനുവേട്ട, അമ്മയ്ക്ക് ആശ്വാസം കിട്ടട്ടെ, അവൾ അവനെ നോക്കി മന്ദഹസിച്ചു. അതിൽ അവൾ അമർത്തി വയ്ക്കുന്ന ആത്മനൊമ്പരത്തിന്റെ ഒരു നൂൽ മുറുകിക്കിടന്നു. മണിശങ്കർ പിന്നീട് ബബിതയോടും രോഹിത്തിനോടും കൃഷ്ണജിയോടും പറഞ്ഞു, അമ്മ മടങ്ങിവരാത്ത വിഷയം അലീനയുമായി ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കണം. കാരണം അതുകൊണ്ട് ഫലമില്ല, അതെല്ലാവരെയും കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ. രാത്രി രോഹിത്താണ് ഹോസ്പിറ്റലിൽ ബാലചന്ദ്രന് കൂട്ടുനിന്നത്. പിറ്റേന്ന് അലീന ബബിതയെയും കൂട്ടി കടപ്പാട്ടൂരെ വീട്ടിൽ പോയി. മാസങ്ങളായി അടഞ്ഞുകിടന്ന വീടും പരിസരവും വൃത്തിയാക്കുന്ന ശ്രമകരമായ ജോലി തുടങ്ങി. രാത്രി ഉറക്കമിളച്ചതിനാൽ രോഹിത്ത് ഉച്ചവരെ കിടന്നുറങ്ങി. ഉച്ചതിരിഞ്ഞ് അവനും കൂടി പെൺകുട്ടികളെ സഹായിക്കാനെത്തി. മണിശങ്കർ ഹോസ്പിറ്റലിൽ നിന്നു. അടുത്ത ദിവസം ബാലചന്ദ്ര മേനോനെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റി. 2-3 ദിവസത്തിനുള്ളിൽ അയാൾക്ക് ഡിസ്ചാർജ് വാങ്ങി പോകാമെന്ന് ഡോക്ടർ സമാധാനിപ്പിച്ചിരുന്നു. അന്ന് മണിശങ്കറും കൃഷ്ണജയും കൂടി കടപ്പാട്ടൂരിൽ പോയി. എല്ലാവരും കൂടി കൊണ്ടുപിടിച്ച് വീട് വെടിപ്പാക്കുന്ന തീവ്രയത്ന പരിപാടിയിൽ ഏർപ്പെട്ടു. വീടിന്റെ മുറ്റവും വീട്ടുവളപ്പും കളകൾ നീക്കി വൃത്തിയാക്കി. രാത്രിയോടെ ആ ജോലി തീർത്തു. അന്ന് രാത്രി മണിശങ്കറിന് ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോകണമായിരുന്നു. പോകുന്നതിന് മുൻപ് അവൻ അലീനയെ വിളിച്ച് സമാശ്വസിപ്പിച്ചു. ആന്റി തിരിച്ചു വരും, അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട. ഈ കുട്ടികൾ ഇട്ടിട്ട് പോകരുത്, നീ ഉണ്ടാവണം അവരുടെ കൂടെ. നീ ഉള്ളപ്പോൾ അവരുടെ സന്തോഷവും പ്രതീക്ഷയും എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അവൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവളുടെ മുഖത്തെ ശാന്തമായ പുഞ്ചിരിയിലേക്ക് നോക്കിയപ്പോൾ അവന് മനസ്സിലായി. ഒന്നും അവളോട് പറയേണ്ട കാര്യമില്ല. ശരി ശരി, ഞാൻ പോവുകയാ. നെക്സ്റ്റ് വീക്കെൻഡിൽ വരും. ഇനി കടപ്പാട്ടൂര് വീടാണ് നിന്റെ വീട്, മണിശങ്കർ പറഞ്ഞു. അത് സമ്മതിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്ന ഒരു ഭാവവും അവളുടെ മുഖത്ത് കാണാതെ അവൻ നിരാശനായി. മണിശങ്കർ രാത്രി തന്നെ ബാംഗ്ലൂരിലേക്ക് മടങ്ങി. രോഹിത്ത് 3 ദിവസത്തേക്കുള്ള ലീവ് ആപ്ലിക്കേഷൻ എഴുതി മണിശങ്കർ വശം കൊടുത്തയച്ചു. വെള്ളിയാഴ്ച വരെ, ശനിയും ഞായറും അവധിയാണ്. വാടക വീടൊഴിയാൻ അലീനയും ബബിതയും രോഹിത്തും ചേർന്ന് മുൻപേ തന്നെ തീരുമാനിച്ചു വച്ചിരുന്നതിനാൽ അതേപ്പറ്റി കൂടുതൽ ചർച്ചയൊന്നും വേണ്ടി വന്നില്ല. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ദിവസം കൃഷ്ണജി അടക്കം 4 പേരും അവരവരുടെ സാധന സാമഗ്രികളെല്ലാം വാടക വീട്ടിൽ നിന്ന് പെറുക്കി. ഫർണിച്ചറെല്ലാം ഹൗസ് ഓണറുടെ ആയിരുന്നതിനാൽ അവയെല്ലാം വീട്ടിനുള്ളിൽ അതേപടി തന്നെ ഇട്ടു. വൈജയന്തി തിരിച്ചു വന്ന ശേഷം മാത്രമേ വീടൊഴിഞ്ഞ് താക്കോൽ തിരിച്ചു കൊടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അഡ്വാൻസ് പണം തിരികെ വാങ്ങുകയും വേണമായിരുന്നു. വൈജയന്തിയുടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ബബിത 2 സ്യൂട്ട്കേസുകളിലാക്കി എടുത്ത് അലീനയുടെ കാറിൽ കയറ്റി വെച്ചു. അടുക്കള പാത്രങ്ങളും ബക്കറ്റുകളും പിന്നീട് എടുക്കാമെന്ന് നിശ്ചയിച്ചു. വീട് പൂട്ടി താക്കോൽ കൈവശം വെച്ചു. ഇനി എന്തായാലും അമ്മയ്ക്ക് ഈ വാടക വീട് ആവശ്യം വരില്ലെന്ന് അവർക്ക് തീർച്ചയുണ്ടായിരുന്നു. കാലത്ത് 10 മണിയോടെ അലീനയുടെ കാറിൽ അവർ കടപ്പാട്ടൂർ വീട്ടിലെത്തി. സാധനങ്ങളെല്ലാം ഇറക്കി വെച്ച് വീട് ഒന്നുകൂടി ചിട്ടപ്പെടുത്തി. രോഹിത്ത് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഉച്ചയോടെ അലീന ബബിതയെയും കൃഷ്ണജയെയും കൂട്ടി ഹോസ്പിറ്റലിൽ ചെന്നു. രോഹിത്ത് അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റൽ റൂമിൽ വെച്ച് തന്നെ അലീന ബാലചന്ദ്രനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ അച്ഛൻ്റെ 4 മക്കളും ആ വാടക വീടെല്ലാം വിട്ട് കടപ്പാട്ടൂരേക്ക് താമസം മാറ്റി. എന്നാലും അതിപ്പം നാഥനില്ലാത്ത വീടാണ്. ഞങ്ങൾക്ക് 4 പേർക്കും അച്ഛനെ വേണം. അച്ഛന് ഞങ്ങളെ വേണോ എന്നറിഞ്ഞാൽ മാത്രം മതി. ബാലചന്ദ്രൻ ഇത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. അയാൾ മൗനമായിരുന്നു. അച്ഛൻ പറഞ്ഞോ, ഞങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ അച്ഛൻ ഹോട്ടൽ റൂമിലെ താമസം അവസാനിപ്പിച്ച് ഞങ്ങളോടൊപ്പം വരണം. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് കടപ്പാട്ടൂരേക്കാണ്. അത് പറ്റില്ല, എനിക്ക് ഹോട്ടൽ റൂമിലേക്ക് പോകണം, ബാലചന്ദ്രൻ പറഞ്ഞു. അലീനയുടെ മുഖം വാടി. അച്ഛൻ്റെ ഇഷ്ടം പോലെ ചെയ്യാം. നീ എത്ര നാളുണ്ടാവും ആ വീട്ടിൽ? ബാലചന്ദ്രൻ മറു ചോദ്യമിട്ടു. എനിക്കറിയാം, നീ അധിക ദിവസം അവിടെ താമസിക്കില്ലെന്ന്. നീ തിരിച്ചു പോകും ഇല്ലേ? ഞാനൊന്നും ഉപേക്ഷിച്ചു പോകുന്നില്ലല്ലോ അച്ഛാ. ഞാനൊരു ജോലിക്ക് പോകുന്നു എന്ന് വിചാരിച്ചാൽ പോരെ? കൂടെ കൂടെ വരും. എൻ്റെയും കൂടി വിടല്ലേ അച്ഛാ? അലീന, എല്ലാം കറക്റ്റ് ചെയ്യാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ബാലചന്ദ്രൻ അവളെ സൂക്ഷിച്ചു നോക്കി. അലീനയ്ക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായി. കഴിയുന്നിടത്തോളം, അത്രയല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എന്നാലും എൻ്റെ പരിശ്രമം ഒരിക്കലും ഞാൻ നിർത്തിവെക്കില്ല അച്ഛാ. അവളുടെ മുഖത്ത് ആ ദൃഢത പ്രകടമായിരുന്നു. കാറിൽ കയറിയ ശേഷം അലീന ബാലചന്ദ്രനെ നോക്കി. അവളാണ് കാർ ഓടിക്കുന്നത്. ഹോട്ടലിലേക്ക് പോ, ബാലചന്ദ്രൻ പറഞ്ഞു.
ആരും ഒന്നും മിണ്ടിയില്ല. ബാലചന്ദ്രൻ താമസിച്ചിരുന്ന ഹോട്ടലിലേക്ക് തന്നെ അലീന കാർ ഓടിച്ചു. ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി. ബാലചന്ദ്രൻ ഡോർ തുറന്നിറങ്ങി. അലീന സ്റ്റിയറിംഗ് വീലിലേക്ക് നെറ്റിയമർത്തി മുന്നോട്ട് കമിഴ്ന്നു കിടന്നു. ബാലചന്ദ്രൻ കാറിന് മുന്നിലൂടെ ഇപ്പുറത്തു വന്നു. അലീനയുടെ ഡോർ തുറന്നിട്ട് അവളുടെ തലയിൽ തോണ്ടി. ഇറങ്ങി വാ, റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കണ്ടേടി. അലീന മുഖമുയർത്തി നോക്കി. അച്ഛന്റെ മുഖത്തെ കപട ഗൗരവത്തിനുള്ളിൽ ഒരു കൊച്ചു കുസൃതി ഒളിച്ചിരിക്കുന്നു. അലീനയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ബബിത ഉടൻ ഡോർ തുറന്ന് പുറത്തു ചാടി. റൂമിന്റെ ചാവി എവിടെയാച്ചാ? റിസപ്ഷൻ കൗണ്ടറിൽ. അച്ഛൻ ഇവിടെ നിന്നാ മതി, ഞങ്ങൾ പെറുക്കിക്കോളാം. രോഹിത്തിനെയും കൃഷ്ണയെയും വിളിച്ചിറക്കി അവൾ തിടുക്കത്തിൽ ഹോട്ടലിലേക്ക് കയറിപ്പോയി. 10 മിനിറ്റിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. കാർ കടപ്പാട്ടൂർ വീട്ടിലെത്തി. ബാലചന്ദ്രന്റെ സാധന സാമഗ്രികൾ അലീന താഴത്തെ ബെഡ്റൂമിൽ വെച്ചു. മുകളിൽ ബാലചന്ദ്രൻ താമസിച്ചിരുന്ന ബെഡ്റൂമിലെ സാധന സാമഗ്രികൾ കൂടി താഴേക്കെടുത്തു വെച്ച് മുറി ക്രമീകരിച്ചു. അച്ഛൻ ഇനി കോണിപ്പടി കയറി ബന്ധപ്പെടേണ്ട, അലീന പറഞ്ഞു. കടപ്പാട്ടൂർ വീട് വീണ്ടും സജീവമായി. കൃഷ്ണജ TV ഓൺ ചെയ്ത് കാണാനിരുന്നു. രോഹിത് തന്റെ മുറിയിൽ വലിയ ഒച്ചയിൽ പാട്ട് വെച്ചു. അത്താഴം കഴിക്കാൻ വിളിക്കാൻ ബബിത മുകളിൽ കയറി ചെന്നപ്പോൾ അവൻ ഒരു ടവലും തലയിൽ കെട്ടി ഡാൻസ് ചെയ്യുകയാണ്. ബബിതയുടെ കൈക്ക് പിടിച്ച് അവൻ ചുറ്റും വട്ടം കറക്കി. അവൾ അവന്റെ കൈ കുതറിച്ചു. ഭ്രാന്തൻ, ചെന്ന് അവളെ വിളിച്ചോണ്ട് വാ ഡാൻസ് കളിക്കാൻ. ആരെ? രോഹിത് ചോദിച്ചു. എറണാകുളത്തുണ്ടല്ലോ ഒരുത്തി, മാമച്ചനങ്ങളുടെ വീട്ടിൽ. അയ്യോടി, അത് അങ്ങേരുടെ ഭാര്യയല്ലേ, ഗ്രേസമ്മ ആന്റി. അയ്യോടാ, പൂച്ച കണ്ണുകുടിച്ച് പാല് കുടിക്കുന്നത് ആരും കാണുന്നില്ല. ഇപ്പൊ താഴോട്ട് വന്നാ അത്താഴം കഴിക്കാം. അരിണ ചേച്ചി വിളമ്പിക്കൊണ്ടിരിക്കുക. ഓൺലി 5 മിനിറ്റ്, ഞാനൊരു കാക്കക്കുളി കുളിച്ചോട്ടെ. അവൻ കുളിമുറിയിലേക്ക് ഓടിക്കയറി. ബബിത താഴേക്ക് പോയി. രാത്രി അച്ഛനും മക്കളും ഒന്നിച്ചിരുന്ന് അത്താഴം കഴിച്ചു. അതിനുശേഷം എല്ലാവരും ഒന്നിച്ചിരുന്നു. കുറെ നേരം TV കണ്ടു. ബാലചന്ദ്രൻ മരുന്ന് കഴിച്ച് കിടന്നു. രോഹിത് ഗുഡ് നൈറ്റ് പറഞ്ഞ് മുകളിലത്തെ റൂമിലേക്ക് പോയി. ബബിത വാതിലുകൾ അടച്ച് ലൈറ്റുകൾ അണച്ച് ബെഡ്റൂമിൽ വന്നപ്പോൾ കൃഷ്ണജ അലീനയെ കെട്ടിപ്പിടിച്ച് അവളുടെ മീതേക്ക് കാൽ കയറ്റിവെച്ച് കിടക്കുകയാണ്. കൊള്ളാം, കൊരങ്ങിന്റെ കുഞ്ഞ് അതിനെ തള്ളയെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് പോലെയുണ്ട്. കൃഷ്ണജിയുടെ അടക്കിയ ചിരി അവൾ കേട്ടു. ഇനി ഞാൻ എവിടെ കിടക്കും? ബബിത കിടക്കയ്ക്ക് ചുറ്റും നടന്നു. എന്നിട്ട് രണ്ടുപേരുടെ മീതേക്ക് കമിഴ്ന്നു. അയ്യോ, ഞാൻ ശ്വാസം മുട്ടി ചത്തുപോകുമേ, അലീന അടിയിൽ കിടന്ന് നിലവിളിച്ചു. ഗുസ്തിക്കൊടുവിൽ ബബിത മറുവശത്തേക്ക് ചരിഞ്ഞു വീണു. അലീന അവളെ തന്റെ ഇടത് കരവലയത്തിൽ ഒതുക്കി. അവളുടെ നെറുകയിലും നെറ്റിയിലും ഉമ്മ വെച്ചു. ബബിത അലീനയുടെ തോളത്തേക്ക് തലവെച്ച് കിടന്നു. അവളുടെ വിരലുകൾ അലീനയുടെ കവിളത്തും ചെന്നിയിലും ലോലമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. സ്നേഹാധിക്യത്തിന്റെ ആ നിശബ്ദതയിൽ നിന്ന് ബബിത പതിയെ തല പൊന്തിച്ചു. 3.5 വർഷം മുൻപ് ഒരു വേലക്കാരിയായിട്ട് ഈ വീട്ടിലേക്ക് വന്നപ്പം അലീന ചേച്ചി വിചാരിച്ചിരുന്നോ നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് ഒന്നിച്ചു ചേരുമെന്ന്? എന്നെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നോ? കൊതിച്ചിട്ടുമുണ്ട് ഞാൻ. നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ? എനിക്ക് ആരുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ട്. ഓർഫനേജിന്റെ വരാന്തയിൽ അന്ന് വലിയ തൂണും ചാരിയിരുന്നോണ്ട് ഞാൻ ഓർത്തെടുക്കാൻ നോക്കും, എന്നെ ആരാണ് ഉപേക്ഷിച്ചത്? അപ്പോഴെനിക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതായി എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ? എൻ്റെ മുന്നിൽ മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നുണ്ടാവും. പക്ഷികൾ ചിലയ്ക്കുന്ന ഒച്ച കേൾക്കാം. എവിടെങ്കിലും ഒരു കോഴി കൂവുകയോ പട്ടി കുരയ്ക്കുകയോ ചെയ്യുന്നുണ്ടാകും. ചിലപ്പോൾ മഴ പെയ്യുന്നുണ്ടാകും. ഞാനതൊന്നും കാണില്ല, ശരിക്ക് കേൾക്കുന്നുമില്ല. ഞാൻ എന്തോ തേടുകയാണ് അങ്ങ് ദൂരെ, ആകാശത്തിനും അപ്പുറം. കണ്ണിലൂടെ കണ്ണുനീർ വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴും എനിക്ക് കാണാം ഒരു അനാഥക്കുട്ടി പാകമല്ലാത്ത ഒരു പഴയ ഉടുപ്പുമിട്ട് ആ വരാന്തയിൽ ഇരിക്കുന്നത്. ബബിത അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്നപ്പം ഞങ്ങളെല്ലാം ശത്രുക്കളെ പോലെ അല്ലേ? ഞങ്ങൾ ദേഷ്യപ്പെടുകയും കുറ്റം പറയുകയും കഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ വരണ്ടായിരുന്നു എന്ന് ചേച്ചിക്ക് തോന്നിയിട്ടില്ലേ? സങ്കടം തോന്നിയിട്ടുണ്ട്. എനിക്കറിയാലോ നിങ്ങൾ അറിയാതെ ചെയ്യുന്നതാണെന്ന്. നിങ്ങൾ എൻ്റെ കൂടപ്പിറപ്പുകളാണെന്നും എനിക്കറിയാമല്ലോ. അതോർക്കുമ്പം ആശ്വാസം കിട്ടും. എന്നാലും മലിന ചേച്ചി ഒരു ഭയങ്കരിയാ. ഞങ്ങളോട് പറയാതെ എത്ര നാൾ മറച്ചു വെച്ചു? ഒരു സൂചന പോലും തന്നില്ലല്ലോ, ദുഷ്ടത്തി. എന്തെല്ലാം സൂചനകളുണ്ടായിരുന്നു? ഞാൻ നിന്നോട് എന്തുമാത്രം സ്നേഹം കാട്ടിയിട്ടുണ്ട്. കൃഷ്ണമോളോട്, രോഹിത്തിനോട്. ദ്രോഹിച്ചപ്പോൾ പോലും ഞാൻ സ്നേഹമല്ലേ തന്നിട്ടുള്ളൂ? ശരിയാ ചേച്ചി, പറഞ്ഞത് ശരിയാ. സോറി സോറി. ബബിതയുടെ സ്വരം കുതിർന്നു. അവൾ അലീനയുടെ മുഖം പിടിച്ച് 2 കണ്ണിലും ഉമ്മ വെച്ചു. സോറി കേട്ടോ. അലീന അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. സാരമില്ലടാ. ഗദ്ഗതത്തോടെ അവൾ മന്ത്രിച്ചു. ഇപ്പോഴെങ്കിലും നമുക്ക് ഒന്നിച്ചു ചേരാൻ സാധിച്ചല്ലോ. നിങ്ങളുടെ സ്നേഹം എനിക്ക് കിട്ടിയല്ലോ, സന്തോഷമേ ഉള്ളൂ.
ബബിത ആ സ്നേഹതാരളത്തിൽ കുളിർന്ന് മിണ്ടാതെ കിടന്നു. ഒരു നനഞ്ഞ നെടുവീർപ്പോടെ അലീന പറഞ്ഞു, അമ്മയും കൂടി എത്രയും വേഗം തിരിച്ചു വന്നിരുന്നെങ്കിൽ. അതൊരു ദീനവിലാപം പോലെ ഇരുട്ടിലഴിഞ്ഞു. ഇനി വൈജയന്തിയാണ് നമ്മൾ കാണുന്നത്. ഗുരുമുഖത്ത് തന്നെ ദൃഷ്ടിയൂന്നി വൈജയന്തി സദസ്സിന്റെ പിൻഭാഗത്ത് ഹാളിൽ വിരിച്ച കാർപ്പറ്റിന് മീതെ ഇരുന്നു. പ്രഭാഷണ വേദിയിലെ പത്മാസനത്തിൽ ഇരുന്നു കൊണ്ടാണ് ഗുരു സംസാരിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഗുരുപ്രഭാഷണം ഉണ്ടാവും. കേൾക്കാൻ 200ഓളം വരുന്ന ഭക്തരും. ഭഗവാൻ എന്താണ് അർജുനനോട് ഉപദേശിക്കുന്നത്? ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. അതറിയുന്നവൻ ക്ഷേത്രജ്ഞൻ. അവന് ശാന്തി തേടി, പാപപരിഹാരം തേടി, പ്രാർത്ഥനാ മന്ത്രങ്ങൾ തേടി ക്ഷേത്രങ്ങൾ തോറും അലയേണ്ടതില്ല. എന്റെ ശരീരം ഈശ്വരന്റെ ക്ഷേത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് വരുമ്പോൾ അവിടെ അജ്ഞതയുടെ ദുരാചാരങ്ങൾ വന്നു നിറയുന്നു. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനാണ് ത്രിമൂർത്തികളെങ്കിൽ നമ്മൾ ശരീരമാകുന്ന സ്വക്ഷേത്രങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ത്രിമൂർത്തികൾ കാമക്രോധ മോഹങ്ങളാകുന്നു. സ്നേഹം മൂലധാരമാകേണ്ടിയിടത്തിൽ ആഗ്രഹങ്ങളാണ് അടിസ്ഥാന പ്രതിഷ്ഠ. ആഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിലേക്ക് മാലിന്യങ്ങൾ കൊണ്ടുവരുന്നു. എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? ലോകം സമാധാനത്തിൽ ചരിക്കട്ടെ എന്നാണോ? അല്ല. യുദ്ധങ്ങളും കലാപങ്ങളും ദുരന്തങ്ങളും നമ്മളെ ഉന്മത്തരാക്കുന്നു. ഒരു ഉഗ്രസ്ഫോടനത്തിൽ ഒരാൾ മരിച്ചുവെന്ന് അറിയുന്നതിനേക്കാൾ 100 പേർ കൊല്ലപ്പെട്ടു എന്നറിയുന്നത് നമ്മെ സംതൃപ്തരാക്കുന്നു. ഒരു ഭൂകമ്പത്തിൽ 10 പേർ മരിച്ചു എന്ന വാർത്തയേക്കാൾ 10,000 പേർ മരിച്ചുവെന്ന് വായിക്കാൻ നമ്മൾ രഹസ്യമായി ഇച്ഛിക്കുന്നു. ഒരു വിമാനാപകടത്തിൽ ചില്ലറ പരിക്കുകളോടെ യാത്രക്കാർ രക്ഷപ്പെട്ടു എന്നത് നമ്മളെ നിരാശരാക്കുന്നു. നമ്മുടെ മനഃശാസ്ത്രം അറിയാവുന്ന മാധ്യമങ്ങൾ എല്ലാം വളരെ വലുതാക്കി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ അയൽക്കാർ അഭിവൃദ്ധിയുള്ളവരായി വരാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? ഇല്ല. അയൽക്കാരന്റെ ഉന്നതി നമ്മളിൽ അസൂയയും ഈർഷ്യയും ജനിപ്പിക്കുന്നു. അവന് ഒരു തകർച്ച വരുമ്പോൾ നമ്മൾ ഉള്ളുകൊണ്ട് ആഹ്ലാദിക്കുന്നു. അവൻ ഉന്നതി നേടുമ്പോൾ അവന്റെ ഒപ്പം എത്താൻ വേണ്ടി നമ്മൾ സ്വക്ഷേത്രത്തെ മറന്ന് കുതിക്കുന്നു. യഥാവിധി സ്വന്തം കർത്തവ്യം നിറവേറ്റി സ്വക്ഷേത്രത്തെ നമ്മൾ ധന്യമാക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ ഭർത്താവിന്, അല്ലെങ്കിൽ എൻ്റെ മകന്, എൻ്റെ ഭാര്യയ്ക്ക് ഓഫീസിൽ ധാരാളം ജോലിയുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം ഓഫീസ് വിടുന്നത് വരെ കഠിനാധ്വാനമാണ് എന്ന് അഭിമാനത്തോടെ പറയുന്നവർ ആരെങ്കിലുമുണ്ടോ? ഇല്ല. എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് കാര്യമായി ഒന്നും ചെയ്യേണ്ടതില്ല. ഹാജർ വച്ചു കഴിഞ്ഞാൽ അതോടെ അന്നത്തെ ജോലി കഴിഞ്ഞു. നല്ല സുഖമാണ്. എൻ്റെ മകന് അതിനേക്കാൾ സുഖമാണ്. ഒരു കസേരയിലിരുന്ന് വല്ലതും ഒപ്പിട്ടാൽ മതി. ഇങ്ങനെയെല്ലാം പറയുന്നതാണ് നമുക്ക് അഭിമാനം. അനേകം പേരുടെ ജീവിതമാണ് എൻ്റെ മേശപ്പുറത്തെ ഫയലുകളിൽ. അവരുടെ ആവശ്യങ്ങളും വേദനകളുമാണ് അതിൻ്റെ ഉള്ളടക്കം. അതിനാൽ ഞാൻ ഒന്നും ബാക്കി വയ്ക്കാതെ എൻ്റെ ജോലി തീർത്ത് അവരെ സഹായിക്കും എന്ന് അഭിമാനത്തോടെ പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ സമാധാനപ്രിയരും ദാനധർമ്മിഷ്ഠരും എളിമയോടും സ്നേഹത്തോടും കൂടി സേവനം ചെയ്യുന്നവരും ആയിരുന്നാൽ മതി എന്ന് ആരെങ്കിലും ആഗ്രഹിക്കാറുണ്ടോ? അതുമില്ല. അവർ വലിയ പഠിപ്പുള്ളവരാകണം. ആരെയും കൂസാത്ത തൻ്റെടികളാവണം. അവർക്ക് ധാരാളം ശമ്പളവും ധനവും അത്യാധുനികങ്ങളായ സുഖസൗകര്യങ്ങളും ഉണ്ടാകണം. അതിനു പാകത്തിൽ മക്കളെ വളർത്തുകയാണ്. അവരുടെ ശരീരമാകുന്ന ക്ഷേത്രത്തിലേക്കും നമ്മൾ കാമക്രിയത മോഹങ്ങളുടെ മാലിന്യങ്ങൾ വാരിയിടുകയാണ്. വളരെ വൈകിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിലെ പരിപാവനമായ അറകളിൽ വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് വാരിക്കൂട്ടിയത് മുഴുവൻ മാലിന്യങ്ങളാണെന്ന്. സഫലമായ മോഹങ്ങളെക്കാൾ എത്രയോ ഇരട്ടിയാണ് സഫലമാകാത്തവ. അവ അസംതൃപ്തിയുടെ ഇരുട്ട് സ്വക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. ഭർത്താവിനെ കൊണ്ട് തൃപ്തിയില്ല, ഭാര്യയെ കൊണ്ട് തൃപ്തിയില്ല, മക്കളെ കൊണ്ടും സംതൃപ്തിയില്ല. കാരണം ഇച്ഛ സ്വക്ഷേത്രത്തെ ഭരിക്കുന്നു. അയൽക്കാരന്റെ ഭാര്യയെയും സ്വത്തിനെയും കണ്ട് അസൂയപ്പെടുന്നു. ഇതിനെല്ലാം പരിഹാരം ഒന്നേയുള്ളൂ: നിഷ്കാമ കർമ്മം, ലാഭേച്ഛയില്ലാത്ത സ്നേഹം. കൊടുക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്ന സ്നേഹം കൊണ്ട് സ്വക്ഷേത്രത്തെ അലങ്കരിച്ചാൽ മാത്രമേ നമുക്ക് തൃപ്തിയും സമാധാനവും കൈവരൂ. തൻ്റെ ദാനം കൊണ്ട്, തൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് നന്മ വരുന്നത് കണ്ട് ആഹ്ലാദിക്കാൻ കഴിയുന്ന സ്നേഹം. നമ്മൾ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടാവാം, ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടാവാം, മക്കളെയും ആശ്രിതരെയും അയൽക്കാരെയും സ്നേഹിക്കുന്നുണ്ടാവാം. അത് ശരിയായ സ്നേഹമാണോ? എൻ്റെ എന്നൊരു പദം അതിൻ്റെ എല്ലാം പുറകിലുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ ആശ്രിതർ, എൻ്റെ അയൽക്കാരൻ, എൻ്റെ ബന്ധുക്കൾ. എൻ്റെ എന്നത് ഭീകരമായ അർത്ഥമുള്ള പദമാണ്. കൊടുക്കുന്നതിൻ്റെ ഇരട്ടി അത് പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രതിഫലം കാക്ഷിക്കുന്നുണ്ട്. എൻ്റെ നായ്ക്ക് ഞാൻ ആഹാരം കൊടുക്കുമ്പോൾ നന്ദിയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടണം. അത് സ്നേഹമാണോ? അല്ല. കേവലം ഇച്ഛയാണ്, നിക്ഷേപമാണ്, പ്രതീക്ഷയാണ്. അതിനെ തൃപ്തിപ്പെടുത്തുക അസാധ്യമാണ്. തിരികെ ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത സ്നേഹമാണ് യഥാർത്ഥമായ സ്നേഹം. അത് കൊടുക്കുന്നതിൽ മാത്രം
ആനന്ദം കണ്ടെത്തുന്നു, സേവനം കൊണ്ട് തൃപ്തി അടയുന്നു. ഇങ്ങോട്ട് എന്ത് ലഭിക്കുന്നു എന്ന് അത് നോക്കുന്നേയില്ല. തിരികെ വേദനയാണ് കിട്ടുന്നതെങ്കിലും അത് പുഞ്ചിരി തൂകുന്നു. തിരികെ സ്നേഹം കിട്ടിയാലും അത് പുഞ്ചിരി തന്നെ. ശരീരമാകുന്ന ക്ഷേത്രത്തിൽ സ്വാർത്ഥേച്ഛയില്ലാത്ത സ്നേഹം നിറയുമ്പോൾ അത് ഈശ്വര ചൈതന്യം കുടികൊള്ളുന്ന ശ്രീകോവിലായി മാറുന്നു. അവൻ ക്ഷേത്രജ്ഞനാകുന്നു. പ്രഭാഷണം അവസാനിച്ചു. ഗുരു എല്ലാവരെയും ആശീർവദിച്ച് മടങ്ങിയതോടെ പ്രഭാഷണവേദി ശൂന്യമായി. ഭക്തജനങ്ങൾ ഓരോരുത്തരായി എഴുന്നേറ്റ് അച്ചടക്കത്തിലും നിശബ്ദതയിലും ഒഴുകി ഹാൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ വെള്ളയുടുത്ത ഒരു സ്ത്രീ മാത്രം അവിടെ അവശേഷിച്ചു. തൃപ്തിയാകുന്നില്ല. ഗുരുവചനങ്ങളുടെ തീർത്ഥം തളിച്ചിട്ടും മനസ്സിൽ മാലിന്യങ്ങൾ അവശേഷിക്കുന്നു. അലകടൽ പോലെ ആർത്തിരമ്പുന്നു. സ്വക്ഷേത്രത്തിലേക്ക്, പിന്നിട്ട ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആത്മനിന്ദ കൊണ്ടും ഭയം കൊണ്ടും ചൂളിപ്പോകുന്നു. എഴുന്നേൽക്കുവാനാകുന്നില്ല. മാലിന്യ കൂമ്പാരങ്ങളുടെ ഭാരം അതികഠിനം. അവൾ ഓർമ്മയുടെ അങ്ങേയറ്റത്ത് നിന്ന് സഞ്ചാരം തുടങ്ങി വീണ്ടും. അഹങ്കാരം കൊണ്ടും അജ്ഞത കൊണ്ടും യാത്ര ചെയ്ത വഴികൾ. ഒരു ഉൾക്കാഴ്ചയുടെ വെളിച്ചത്തിൽ സഞ്ചരിക്കുമ്പോൾ ദ്രോഹിച്ച മനുഷ്യൻ നിറകണ്ണുകളോടെ പാതയോർത്ത് നിൽക്കുന്നു. വേദനിപ്പിച്ച മനസ്സുകൾ ഇപ്പോഴും വിതുമ്പുന്നു. വൈജയന്തി തന്റെ മെയ്നീരിനാൽ അവരോടെല്ലാം ക്ഷമയാചിച്ച് കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.